ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. BJPക്ക് ജയിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അപ്പോഴും പരോക്ഷമായി തന്നെ അദ്ദേഹം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നുണ്ട്. റഫറി തന്നെ ഗോളടിക്കാൻ നോക്കിയെന്നും നീതിക്ക് വേണ്ടി നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം എന്തായാലും BJP ഇത്തവണ അറിഞ്ഞു തന്നെയാണ്. 2014 മോദി തരംഗം വലിയ ആവേശത്തോടെയാണ് കേരളവും ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് UDFനും LDFനോടുമൊപ്പം ഇപ്പോൾ BJPയും ഒരു മുന്നണിയായി വേരുറപ്പിച്ച് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സര രംഗത്തിറങ്ങുന്നത്. കുമ്മനവും ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും സുരേഷ് ഗോപിയും ഒക്കെ മണ്ഡലങ്ങളിൽ നിറഞ്ഞാടുമ്പോൾ BJPക്ക് അതൊരു കരുത്തും ആവേശവും തന്നെയാണ്. ശബരിമല വിഷയം മുൻനിർത്തിയാണ് അവർ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും വിശ്വാസികൾക്കൊപ്പം നിന്നുവെന്ന ഒറ്റ കാരണം പ്രചരണ ആയുധമാക്കിയാണ് BJP തിരഞ്ഞെടുപ്പ് കൊഴുപ്പിച്ചത്. ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലെത്തി BJPക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ അത് മറ്റൊരാവേശമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് തലസ്ഥാന നഗരത്തിലെത്തിയപ്പോൾ ഇതുവരെ തലസ്ഥാനം കാണാത്ത വലിയൊരു ജനക്കൂട്ടവും ആവേശവുമാണ് സ്റ്റേഡിയത്തിൽ തന്നെ നിറഞ്ഞത്. എന്തായാലും രാഹുലിനെ ഇറക്കി വയനാടൻ തന്ത്രം UDF പയറ്റുമ്പോൾ മോദിയെ ഇറക്കിയാണ് BJP ഇത്തവണ വോട്ട് പിടിക്കാൻ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെയാണ് LDFും UDFും ഒരുപോലെ BJPയെ ഭയക്കുന്നത്. ശബരിമല വിഷയത്തിലൂടെയാണ് BJP ഇത്രത്തോളം കളത്തിലെത്തിയത്. വേരുറപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഓരോ നേതാക്കളും ഈ തിരഞ്ഞെടുപ്പ് വേളയിലും ആവർത്തിക്കുന്നത് ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്നുള്ളത്. 5 സീറ്റ് വരെയാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഉറപ്പിക്കുന്നത്. കേരളത്തിൽ 5 സീറ്റ് BJP നേടും, അക്കൗണ്ട് തുറക്കുമെന്ന് നേതാക്കളെല്ലാം, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അത് ആവർത്തിക്കുന്നു. BJP അക്കൗണ്ട് തുറക്കാം. കഴിഞ്ഞ വർഷം കേരളത്തിൽ നേമത്ത് മാത്രമാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. എന്തായാലും ഒരു അക്കൗണ്ട് തുറന്ന് അവർ നിയമസഭയിലെത്തി. ഇനി 5 അക്കൗണ്ടുകൾ തുറന്ന് ലോക്സഭയിലേക്ക് എത്തും. അത് തന്നെയാണ് ഓരോ BJP അനുഭാവികളും കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.